ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് BPCC 101 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് സൈക്കോളജിയുടെ. തൊട്ട് താഴെയായിട്ട് BPCC 102 ഇത് ഒരു അഡീഷണൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് 2 അസൈൻമെൻ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം പാർട്ട് A പാർട്ട് B എന്നൊക്കെ കാണാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷേ ഇത് ഒരു അസൈൻമെൻറ്റിൽ തന്നെ ആയിട്ടാണ് വെക്കേണ്ടത്, 2 സെപ്പറേറ്റ് അസൈൻമെൻ്റ് അല്ല. പക്ഷേ ഈ കോഴ്സ് കോഡ് മാറിയിട്ടുണ്ടെങ്കിൽ രണ്ടും 2 അസൈൻമെൻ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ 2 അസൈൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ചില പേപ്പറുകളിപ്പം BPCC ഞാൻ തൊട്ട് നേരെ 131 എടുത്തു. 131 ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 31 മാർച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാർച്ച് എന്തായാലും നീട്ടി, യൂണിവേഴ്സിറ്റി ചിലപ്പം ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടും, അതിനനുസരിച്ച് സബ്മിറ്റ് ചെയ്തത്. 30 സെപ്റ്റംബർ 2021, 30 മാർച്ച് 2021. ഈ മാർച്ച് എന്നുള്ളത് മിക്കവാറും ഏപ്രിൽ 30 നീട്ടും. അതിലും മാറ്റങ്ങളുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങളെ അറിയിക്കും. ഇതിലൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഈ ഭാഗം മാത്രം നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡൗട്ട്. അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കോഴ്സ് കോഡുകൾ നോക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്ക് അടിക്കാം. ഞാൻ ഒന്നും കൂടെ കാണിക്കാം എവിടെ നിന്നാണ് വരുന്നത്. ഇഗ്നോയുടെ മെയിൻ സൈറ്റിൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൽ ഡൗൺലോഡ്സിൽ അസൈൻമെൻറ്റ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം കാണാം. ഇനി BSCGയിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ BSCയുടെ ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ BA പഠിക്കുന്ന കുട്ടികൾക്കും BCom പഠിക്കുന്ന കുട്ടികൾക്കും ചിലപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സയൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്, BEVA. അത് ഒരു പക്ഷേ നിങ്ങളുടെ BAൻ്റെ അണ്ടറിൽ നോക്കിയാൽ കണ്ടു എന്ന് വരില്ല. അതെന്ത് ചെയ്യുക, അത് BSCയുടെ പേപ്പറാണ്. പക്ഷേ എല്ലാ ഡിഗ്രി കുട്ടികളും അത് പഠിച്ചിരിക്കണം എന്നുള്ളൊരു പേപ്പറാണ്, ഒരു ജനറൽ പേപ്പറാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് BSCയുടെ അണ്ടറിൽ പോയി BCom ഉള്ളവരും BA ഉള്ളവരൊക്കെ BTS ഉള്ളവർക്കൊക്കെ ഇത് BSCൻ്റെ അണ്ടറിൽ നിന്ന് മാത്രമേ ആ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചില പേപ്പറുകൾ ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അസൈൻമെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞു, സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എടുത്തു, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തു, പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇനി അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അസൈൻമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ വരുന്നു. ഫസ്റ്റ് തന്നെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ വെക്കേണ്ട ഒരു ഇവാലുവേഷൻ ഷീറ്റാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിൽ നിങ്ങൾക്ക് മേലെ തന്നെ ആയിട്ട് എൻറോൾമെൻറ്റ് നമ്പർ, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ID കാർഡിലെ എൻറോൾമെൻറ്റ് നമ്പർ വളരെ വൃത്തിയായിട്ട് ഇവിടെ എഴുതുക. ദെൻ തൊട്ടടുത്ത കോളത്തിൽ പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രിയുടെ പേരാണ്. ഇപ്പം MA സൈക്കോളജി ആണെങ്കിൽ MAPC അതാണ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ്. അത് നിങ്ങളുടെ ID കാർഡിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കോഡ് മാത്രം ഇവിടെ എഴുതിയാൽ മതി. നിങ്ങളുടെ കോഴ്സിൻ്റെ മുഴുവൻ പേര് എഴുതാൻ ശ്രമിക്കരുത്, കോഡ് മാത്രം വളരെ കൃത്യമായിട്ട് അതിൽ എഴുതുക. ഇപ്പം BA സൈക്കോളജി ആണെങ്കിൽ BA സൈക്കോളജി ഹോണേഴ്സ്. പിന്നെ BA ജനറൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർ BAG എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ BTS, BSW, BSWG, BComG അങ്ങനെ പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ അത് വളരെ കൃത്യമായിട്ട് എഴുതുക. തൊട്ടതായ നിങ്ങളുടെ പേര്, സ്റ്റുഡൻസ് നെയിം എഴുതുക. ദെൻ കോഴ്സ് കോഡ് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ കാണിച്ചെന്ന ഇതാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡുകൾ. ഈ കോഡുകൾ മാത്രമേ നിങ്ങൾ അവിടെ എഴുതാൻ പാടുള്ളൂ. BPCC 101, BPCC 102, BEVAE 181, അപ്പോൾ MPC 007 അങ്ങനെ MAടേതാണെങ്കിൽ ഏതാണോ നിങ്ങളുടെ കോഴ്സ് കോഡ് അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് എഴുതുക. പിന്നെ സ്റ്റഡി സെൻറ്റർ കോഡ് JDTയെ സംബന്ധിച്ച് 1403 ആണ് JDTയുടെ കോഡ്, അതിവിടെ എഴുതാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റർ ഫില്ല് ചെയ്യേണ്ടതാണ്. ദെൻ ഇതിൻ്റെ ഒരു 2 കോപ്പിയാണ് നിങ്ങൾ വെക്കേണ്ടത്. ഒരു കോപ്പി നിങ്ങൾക്ക് തിരിച്ചെടുക്കുമ്പോൾ കിട്ടാനുള്ളതും ഒരു കോപ്പി ഇവിടെ കീപ്പ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ കോപ്പി അതും സെയിം അതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. വീണ്ടും മൂന്നാമത്തെ പേജിലേക്ക് വരുമ്പോൾ ഇഗ്നോയുടെ ഒരു പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, നിങ്ങളുടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. ഇങ്ങനൊരു ഷീറ്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എഴുതി ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഉണ്ടാക്കാം, പ്രിൻ്റ് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് അതിലുണ്ടാവണം എന്ന് മാത്രം. നിങ്ങളുടെ JDT ഇസ്ലാം ഇഗ്നോ സ്റ്റഡി സെൻറ്റർ SC 1403, വടകര റീജിയണൽ സെൻറ്റർ RC 83, പിന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റിൽ വരുന്ന നെയിം, എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, കോഴ്സ് കോഡ്, മൊബൈൽ നമ്പർ, വാലിഡ് മൊബൈൽ നമ്പർ ആയിരിക്കണം. പലരും മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ മറ്റു പലരുടെയും നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ വാലിഡർ നിങ്ങൾ വിളിച്ചാലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാഫ് എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ, അഡ്രസ്സ്, സബ്മിഷൻ ഡേറ്റ്, സിഗ്നേച്ചർ, ഇത്രയും ഫോം ഈ പേഴ്സണൽ ഡാറ്റയിൽ ഉണ്ടായിരിക്കണം. ദെൻ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ മാത്രം കൊടുത്താണ്, ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരുപാട് പേജുകൾ കാണാം, എന്നാൽ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതി. ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ട് റിട്ടൺ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സിംഗിൾ ഹാൻഡ് റൈറ്റിങ്ങിൽ മാത്രമേ അസൈൻമെൻറ്റ് എഴുതാൻ പാടുള്ളൂ. ഡബിൾ ഹാൻഡ് റൈറ്റിംഗ് വന്നാൽ അത് റിജക്റ്റ് ആവും. മാർജിൻസ് വരയ്ക്കണം. പിന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന പോലെ 4 സെൻറ്റിമീറ്റർ മാർജിനൊന്നും വരയ്ക്കേണ്ട. ഇടത് ഭാഗത്ത് പഞ്ച് ചെയ്ത് ഹോൾ ചെയ്യാനുള്ള കുറച്ച് ഒരു ചെറിയൊരു സൈസ്, ഒരു 2 or 3 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ബാക്കിയുള്ള സൈഡിൽ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ മാത്രം മാർജിൻ വരച്ചാൽ മതി. അല്ലാതെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ A4 ഷീറ്റിൽ
എഴുതാൻ പറ്റുക. റൂൾഡ് പേപ്പർ കമ്പൽസറി എന്ന് പറയുന്നുണ്ട്, പക്ഷേ റൂൾഡ് പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സാധാരണ A4 ഷീറ്റിൽ എഴുതിയാൽ മതി. ഇനി റൂൾഡ് പേപ്പർ എഴുതിയാലും കുഴപ്പമില്ല, റൂൾഡ് അല്ലാത്ത പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. ബ്ലാക്ക് ഇങ്കോ ബ്ലൂ ഇങ്കോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ വേണമെങ്കിൽ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാം, വരച്ച് ചേർക്കാം. ഓക്കെ, എന്തായാലും ആൻസർ റിട്ടൺ ആയിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും ആഡ് ചെയ്തിരിക്കണം. ഇതിലിപ്പോൾ അവർ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ ഇട്ടുള്ളൂ. കാരണം നമ്പർ ഇട്ടാൽ മതി, കാരണം പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻ നമ്പർ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ എഴുതിയിരിക്കണം. അത് മാർജിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് വാല്യൂ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് കാണും. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പഞ്ച് ചെയ്ത് ഹോളിട്ട് കെട്ടുമ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളിലായി പോകാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മാർജിൻ്റെ ഉള്ളിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേറെ ഇനി എന്നാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത് വരുന്നൊരു ഡൗട്ട് വരുന്നത്. അസൈൻമെൻറ്റ് നിങ്ങൾക്ക് 2 സെഷനിലായിട്ടാണ് ഞാൻ പറഞ്ഞു. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലും സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിരിക്കും ഇഗ്നോ. ഇപ്പോൾ ഈ പാൻഡമിക് ഒക്കെ വന്നതിന് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡേറ്റുകളിൽ, ആ ഡേറ്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റോ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ വരുന്നതൊക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരു ഏകദേശം ഒരു ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ഒരു മോഡലും കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളിതിൽ കാണുന്ന പോലെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്, അസൈൻമെൻറ്റിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. ഇതൊരു വാല്യുവേഷൻ കഴിഞ്ഞൊരു അസൈൻമെൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ ഇവാലുവേഷൻ ഷീറ്റിൻ്റെ ഒരു കോപ്പി, രണ്ടാമതായിട്ട് ഇവാലുവേഷൻ ഷീറ്റിൻ്റെ സെക്കൻഡ് കോപ്പി, ദെൻ മൂന്നാമതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, നാലാമത്തെ പേജിൽ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ അഞ്ചാമത്തെ പേജ് തൊട്ട് മാർജിൻ വരച്ചിട്ട് നിങ്ങളുടെ റിട്ടൺ ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ ഹോൾ ഇട്ടത് മാർജിൻ്റെ പുറത്തായിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, എഴുതുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ മാർജിനൊക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഷീറ്റിൽ നോക്കിയിട്ട് കാണാം, ഒരു ടാഗ് ഇട്ട് ഈ അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് കെട്ടേണ്ടത്. മേലെ ഈ 2 ഷീറ്റും ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേര്, പിന്നെ കോഴ്സ്, പ്രോഗ്രാം കോഡ്, കോഴ്സ്, എൻറോൾ നമ്പർ, സെൻറ്റർ കോഡ്, ഈ 2 ഷീറ്റിലും അത് വൃത്തിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ ഷീറ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് അതും ഫില്ല് ചെയ്യുക. ദെൻ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ റിട്ടേൺ ആൻസർ. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഒരു അസൈൻമെൻറ്റിൻ്റെ ഫൈനൽ ഔട്ട് ഉണ്ടാവേണ്ടത്.